അധ്യക്ഷൻ മോഡറേറ്റർ പ്രിയങ്കരനായ മനോമോഹൻ നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് AC ജോസഫ്, പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാനതല ജാഥയുടെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഇവിടെ 11-ാം തീയതി ഒരു സമാപന പരിപാടിയിലേക്ക് എത്തുന്നത്. അതിൻ്റെ തിരനോട്ടം എന്ന നിലയിൽ 7 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണ സംവാദ പരിപാടി സംഘടിപ്പിച്ചത് ഉചിതമായി. നെല്ലിമരത്തിൻ്റെ ചുവട്ടിലാണ് ഈ പരിപാടി. നെല്ലിമരം മാത്രമല്ല, രാജ്യത്തെ രാഷ്ട്രീയത്തിന് ശീതളിമ പകരുന്ന മഹാത്മാഗാന്ധിയുടെ ഓർമ്മ തുടിക്കുന്നൊരിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ഭരണഘടനയ്ക്ക് സഹായകരമായ, ഭരണഘടനാ നിർമ്മാണത്തിന് സഹായകരമായ വീറുറ്റ പോരാട്ടത്തിൻ്റെ ഇടമായ വൈക്കത്ത് സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഭരണഘടനയ്ക്ക് 75 എന്ന് പറഞ്ഞാൽ അക്കം കൊണ്ടത് ശരിയാണ്. പക്ഷെ ഭരണഘടന 75 വർഷം മുമ്പ് ഒരു ദിവസം രൂപപ്പെട്ടു വന്നതോ പൊട്ടിപ്പുറപ്പെട്ടതോ ആയ ഒരു യാദൃച്ഛികതയല്ല. വൈക്കം സത്യാഗ്രഹം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഭരണഘടന ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നതിന് സാധ്യമാകുന്ന വിധം ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്തെ, ഇവിടുത്തെ സംവാദ മണ്ഡലങ്ങളെ, ഇവിടുത്തെ ജനങ്ങളുടെ പൗര നിർണയത്തെ സ്വാധീനിച്ചത് സമരങ്ങളാണ്. അതുകൊണ്ട് ആരാണ് ഭരണഘടനയുടെ അവകാശികൾ എന്ന ചോദ്യത്തിന് ഉത്തരം സമരം ചെയ്തവർ എന്നാണ്, സമരം ചെയ്യുന്നവരെന്നാണ്. ഇനിയും സമരം ചെയ്യാൻ സന്നദ്ധതയുള്ളവരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അവകാശികൾ. നമ്മൾ ഈ ഭരണഘടന നിലനിൽക്കാൻ സമരം ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അത് നിലനിൽക്കാൻ പോകുന്നില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കാലത്തേക്കും ആയി എഴുതപ്പെട്ട ഒരു പുസ്തകമല്ല ഭരണഘടന. എല്ലാ കാലത്തേക്കുമായി ഇതുപോലെ തന്നെ നിലനിൽക്കേണ്ട പുസ്തകവുമല്ല ഭരണഘടന. ഭരണഘടന ഒരു ഇടത്താവളം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആ ഭരണഘടനയിൽ അന്തർലീനമായ ആശയങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അതിൽ നൽകുന്ന അവകാശാധികാരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാണ്. ആ മെച്ചപ്പെട്ട ജീവിതത്തിന് സാധ്യമായ സമരങ്ങളും സ്വാതന്ത്ര്യങ്ങളും ശാസ്ത്രവും കലയും ജീവിതവും സാഹിത്യവും എല്ലാം കൂടി ചേർന്ന് ആധുനിക മനുഷ്യൻ എത്തിച്ചേരേണ്ട ഇടങ്ങളെന്തോ ആ എല്ലാ ഉയരങ്ങളിലേക്കും എത്താൻ നമ്മളെ സഹായിക്കേണ്ട ഒരു പുസ്തകമാണ് ഭരണഘടന. അതുകൊണ്ട് ആ ഭരണഘടന എന്ന് പറയുന്നത് സ്റ്റാറ്റിക്, അല്ലെങ്കിൽ ഒരിക്കൽ രൂപപ്പെട്ട് കഴിഞ്ഞു, ഇനി മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് എന്ന തെറ്റിദ്ധാരണ പാടില്ല. ഭരണഘടന മാറ്റേണ്ടതില്ല എന്ന അഭിപ്രായം ഒരിക്കലും ഒരു സമൂഹത്തിനകത്ത് നിലനിൽക്കാൻ പാടില്ലാത്ത അഭിപ്രായമാണ്. ചോദ്യം ഇതാണ്: ഭരണഘടനയിൽ എന്താണ് നിലനിർത്തേണ്ടത്? ഭരണഘടനയിൽ എന്താണ് ഇനി വരുത്തേണ്ട മാറ്റം? ഭരണഘടനയിൽ നിലനിർത്തേണ്ടത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ധാരണയില്ലെങ്കിൽ ഭരണഘടനയിൽ നിലനിർത്തുന്നത് ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുള്ളവർ അത് മാറ്റാൻ ശ്രമിക്കും. ഭരണഘടനയിൽ ഏതെല്ലാം കാര്യങ്ങൾ മാറ്റിയിട്ടാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാവുക എന്ന് നമുക്ക് ധാരണയില്ലാതെ വന്നാൽ ഇതേ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മേൽ കൂടുതൽ അമിതാധികാര പ്രയോഗത്തിൻ്റെ കേന്ദ്രമായി ഭരണകൂടം മാറും. അതുകൊണ്ട് ഭരണഘടന എന്ന് പറയുന്ന പുസ്തകം ഒരേപോലെ തന്നെ സാധ്യതയും വെല്ലുവിളിയുമാണ്. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ശക്തികൾക്ക്, അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന്, അമിതാധികാര ശക്തികൾക്ക്, അത് നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് ഈ ഭരണഘടനയെ തങ്ങളുടെ കളിപ്പാട്ടമാക്കി മാറ്റി ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിക്ക് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഭരണഘടനയിൽ അന്തർലീനമായ അവകാശങ്ങളെക്കുറിച്ച് കോർപ്പറേറ്റ് മുതലാളികൾക്ക് നന്നായിട്ടറിയാം. ഈ ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെ വിദേശ മൂലധനത്തിന് നമ്മുടെ രാജ്യത്തെ എങ്ങനെ കടന്നു വന്ന് ഇവിടുന്ന് ലാഭം കൊയ്തുകൊണ്ട് പോകാൻ അരങ്ങൊരുക്കി കൊടുക്കണമെന്ന് ഇന്നത്തെ ഭരണാധികാരികൾക്കറിയാം.
ഭരണഘടനയിൽ ഇല്ലാത്തൊരു കൂട്ടർ നമ്മളെക്കാളെല്ലാം വ്യത്യസ്തമായ ഒരു പ്രത്യേക പൗരത്വ നിർമ്മിതി നടത്തിയിരിക്കുന്നു എന്ന കാര്യം നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ സ്വാഗത പ്രസംഗകൻ സഖാവ് ജോസഫ് സഖാവ് പറയുമ്പോൾ പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന പൗരത്വം എന്ന് പറയുന്നത് വ്യക്തികൾക്കാണ്. അതിനേക്കാളെല്ലാം വിശിഷ്ടമായൊരു പൗരത്വം ഇന്ന് ഇന്ത്യ രാജ്യത്തുണ്ട്. അതേത് പൗരത്വമാണ്? ആ പൗരത്വം എന്ന് പറയുന്നത് കോർപ്പറേറ്റിസം. കോർപ്പറേറ്റുകൾക്ക് പൗരത്വമുണ്ട്. ഭരണഘടനാപരമായ പൗരത്വമല്ല, സിറ്റിസൺഷിപ്പിൽ പറയുന്ന പൗരത്വമല്ല. ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സവിശേഷമായ ഒരു പൗരത്വമുണ്ട്. ആ പൗരത്വത്തിൻ്റെ പ്രശ്നം നമ്മളുടെ എല്ലാവരുടെയും പൗരത്വാധികാരത്തിൻ്റെ സമത്വത്തിൻ്റെ മേലെയാണ് കോർപ്പറേറ്റുകളുടെ അധിക സമത്വം. എങ്ങനെ കോർപ്പറേറ്റുകൾക്ക് ഈ വിശേഷാധികാരം കിട്ടി? നമ്മുടെ ഭരണഘടനയിൽ ഒരിക്കലും കണ്ടെടുക്കാനാവാത്ത എങ്ങനെയാണ് ഒരു അവകാശം കോർപ്പറേറ്റുകൾക്ക് സിദ്ധിക്കപ്പെട്ടത്? കോവിഡിന് മുമ്പ് 100 ശതകോടീശ്വരന്മാർ. അത് കോവിഡ് കാലമായപ്പോൾ 163-164 എത്തിയിരുന്നു. ഇപ്പം ഏറ്റവും അവസാനം ഇന്ത്യയിലെ കണക്ക് ശതകോടീശ്വരന്മാരുടെ എണ്ണം 301 മാറിയിട്ടുണ്ട്. 301 ശതകോടീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങളെ കൊള്ളയടിക്കാൻ തക്കവണ്ണം ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതായി ഭരണഘടന മാറ്റപ്പെട്ടിരിക്കുന്നു. അതിനാവശ്യമായ തരത്തിൽ ഭരണഘടനയെ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഭരണഘടന അതുപോലെ നിൽക്കുകയാണ്. പക്ഷെ ഭരണഘടന വളഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഒരു ചെടിയുടെ പ്രത്യേകം മുളയുടെ പ്രത്യേകത എന്താണ്? മുള ഇങ്ങനെ വളയുന്നത് കാണാം. അപ്പം ഭരണഘടന എന്ന് പറയുന്നത് നേരെ നിൽക്കുന്നതാവണമെന്ന് നമ്മുടെ ധാരണ. ഇത് വളഞ്ഞു പോകുന്നത് പോലെ, വളഞ്ഞു ചെല്ലുന്നത് പോലെ ഈ ഭരണഘടനയെ വളച്ചിട്ടാണ് കോർപ്പറേറ്റ് ഭരണഘടനയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. കോർപ്പറേറ്റ് ഭരണഘടനയാകുമ്പോൾ എന്താ സംഭവിക്കുക? മനുഷ്യനെ കൊള്ളയടിക്കുന്നതിൽ 3 തരത്തിലാണ് കോർപ്പറേറ്റ് ഭരണഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമുക്കെല്ലാം അറിയാവുന്നത് പോലെ നമ്മുടെ അധ്വാന ഭാരം വർദ്ധിപ്പിക്കുക. അതിന് ഈ ഭരണഘടന സൗകര്യപ്പെടും. ഇൻഫോസിസിന്റെ ചെയർമാൻ പറയുന്നത് എന്താണ്? ഒരാഴ്ചയിൽ 90 മണിക്കൂർ ജോലി സമയം വേണം. നിർമ്മല സീതാരാമൻ പറയുന്നത് 70 മണിക്കൂർ കൂടുതൽ പറ്റില്ല. അപ്പം അവർ തമ്മിൽ തർക്കം വെച്ചാൽ 70 വേണോ 90 വേണോ? 8 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ ഒരു 6 ദിവസം ജോലി എടുത്താൽ 6 8 48 മണിക്കൂർ ജോലി. 48 മണിക്കൂർ ജോലി എന്നത് 100 കൊല്ലതും അംഗീകരിച്ചതാണെങ്കിൽ ആ ജോലി സമയം മാറിയത് എങ്ങനെ മാറ്റുന്നത്? അത് 70 നിർമ്മല സീതാരാമൻ, 90 മണിക്കൂർ എന്ന് പറയുന്ന ഇൻഫോസിസിന്റെ സ്ഥാപകൻ കൃഷ്ണമൂർത്തി. ഈ ഭരണഘടനയിൽ നമ്മുടെ ജോലി സമയം വർദ്ധിപ്പിക്കാനും നമ്മളെ മനുഷ്യ മൃഗങ്ങളാക്കി മാറ്റാനും കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അധ്വാനഭാരം ലഘൂകരിച്ച് കിട്ടുക എന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലെ മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് മേൽ വിലങ്ങണിയിക്കുന്ന തരത്തിലാണ് ഇന്ന് രാജ്യത്തെ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭരണഘടന പിന്തുണ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. സ്വത്തവകാശം എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഒരവകാശമാണ് എന്നതുകൊണ്ട് മൂലധനം പവിത്രമാണ് എന്നൊരാശയം ഇന്ത്യൻ ഭരണഘടനയിൽ അന്തർലീനമാണ്. സ്വത്തവകാശം പവിത്രമാവുകയും മൂലധനം പവിത്രമാവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനകത്ത് നിങ്ങൾ നിർബന്ധ ബുദ്ധിയുടെ ഏത് ഔന്നത്യത്തിലേക്ക് പോയാലും, ചൈനക്കാരൻ്റെ ഡീപ്പ് സീക്കിലേക്ക്, ഒരു സ്വതന്ത്ര പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെല്ലാം എത്തിപ്പെട്ടാലും അതുമൂലം ലഭ്യമാകുന്ന അധ്വാന ഭാരത്തിൻ്റെ ലഘൂകരണം ജനാധിപത്യപരമായി എല്ലാ മനുഷ്യരിലേക്കും വീതിക്കപ്പെടില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തായതുകൊണ്ട് പറയുകയാണ്, ശാസ്ത്രീയമായി ലഭിക്കുന്ന കണ്ടുപിടുത്തങ്ങളുടെ സദ്ഫലങ്ങൾ എല്ലാ മനുഷ്യനും വീതിക്കപ്പെടുക എന്ന് പറയുന്നത് അധ്വാന ഭാരം ലഘൂകരിച്ച് കിട്ടലാണ്. നമ്മുടെ ഭരണഘടന ഉണ്ടായ ശേഷം മനുഷ്യന്റെ അധ്വാന ഭാരം ലഘൂകരിച്ച് കിട്ടിയോ? ശാസ്ത്രം വളർന്നിട്ടും അധ്വാന ഭാരം ലഘൂകരിച്ച് കിട്ടിയോ?
ഭരണഘടനയ്ക്കെതിരായ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ടാണ് സ്വാഗത പ്രസംഗികൻ ചില കാര്യങ്ങൾ പറഞ്ഞത്. അധ്യക്ഷ പ്രസംഗത്തിൻ്റെയും ലക്ഷ്യം അതായിരുന്നു. ഞാൻ തിരിച്ചാണ് തുടങ്ങുന്നത്. ഈ ഭരണഘടനയിലെ വകുപ്പുകൾ എന്ന് പറയുന്നത് എങ്ങനെ കോർപ്പറേറ്റുകൾ ഉപയോഗിക്കുന്നു. കോർപ്പറേറ്റുകൾ ഉപയോഗിക്കുന്നത് മനുഷ്യനെ കൂടുതൽ ചൂഷണം നടത്താൻ തക്കവണ്ണമുള്ള വഴികളിലേക്ക് ഈ ഭരണഘടനയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുക തന്നെ വേണം. അതിനർത്ഥം ഭരണഘടനയെ കുട്ടഞ്ഞെറിയണമെന്നല്ല. ഈ ഭരണഘടന തന്നെ ഉപയോഗിച്ചിട്ടാണ് കോർപ്പറേറ്റ് മുതലാളിമാർ, ശതകോടീശ്വരന്മാർ വളരുന്നത്. ഈ ഭരണഘടന തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിയമങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം പട്ടണ സൂചികയിൽ 107-ാം സ്ഥാനത്തേക്ക് മുന്നുകുത്തിയത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഭരണഘടനയ്ക്കകത്ത് അവകാശങ്ങളുണ്ട്, അക്ഷരങ്ങളുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം ഭരണഘടന നടപ്പാവുന്നില്ല. ഭരണഘടനയെ നടപ്പാക്കണം. നടപ്പാക്കാൻ ഭരണകൂടത്തിനാണ് ചുമതല എന്ന് ധരിച്ചാൽ ഭരണഘടന നടപ്പാക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, മുതലാളിക്ക് വേണ്ടിയാണ്. 3 തരത്തിലാണ് അവർ ഭരണഘടനയെ ദുരുപയോഗം ചെയ്യുന്നത്. ഒന്ന്, അധ്വാന ഭാരം ലഘൂകരിക്കുക എന്ന കാര്യം അംഗീകരിക്കില്ല. രണ്ടാമത്, നമ്മുടെ സമൂഹത്തിനകത്തെ ഭരണകൂടം അവരുടെ ഭരണ ചെലവുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി നികുതി ഘടനകൾ നടപ്പാക്കുമ്പോൾ, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ബാങ്കിലെ കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളുമ്പോൾ പൊതുജനങ്ങളുടെ പണം കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പ്രധാനമായും അധ്വാന ശക്തിയെ ചൂഷണം ചെയ്യുന്നതിനോടൊപ്പം രാജ്യസമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് ലഭ്യമാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് ഒരു പരിഷ്കാരം വന്നല്ലോ. 30% ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് ടാക്സ് 22% മാറ്റി. കോവിഡ് കഴിഞ്ഞ് ഇത്രയും കാലമായി കോർപ്പറേറ്റ് ടാക്സ് തിരിച്ച് 30%-ലേക്ക് എത്തുന്നില്ല. കോവിഡ് അനന്തര ഇന്ത്യയിൽ കോർപ്പറേറ്റുകളുടെ ലാഭം കൂടുകയാണോ കുറയുകയാണോ? കോർപ്പറേറ്റുകളുടെ ലാഭം വർദ്ധിക്കുകയാണ് ഇത്. നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന MSMEകളിൽ 26%-ഓളം പെടുമരണത്തിലേക്ക് പോകുന്നു, ക്വിക്ക് മോർട്ടാലിറ്റിയിലേക്ക് പോകുന്നു, പെടുമരണം സംഭവിക്കുന്നു. ശതകോടീശ്വരന്മാരോ 100-160-ലേക്ക് എത്തി, പിന്നെ 301-ലേക്ക് എത്തുന്നു. അപ്പം 100-160-ലേക്കും 300-ലേക്കും എത്തുന്ന എന്ന സാഹചര്യപരമായ അർത്ഥം എന്താണ്? കോവിഡാനന്തര ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ നികുതി വർദ്ധിക്കുന്നില്ല. എന്തുകൊണ്ട് നികുതി വർദ്ധിക്കുന്നില്ല? അവിടെ വന്ന പുതിയ ബഡ്ജറ്റ് മാസവരുമാനം 55,000 രൂപയുള്ള ഒരു വ്യക്തി ടാക്സ് കൊടുക്കേണ്ടിയിരുന്നില്ല. ഇപ്പം 55,000 മുതൽ 1,00,000 രൂപ വരെ മാസ വരുമാനമുള്ള, അക്കൗണ്ടിലൂടെ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല. ഇതോടുകൂടി നിങ്ങൾക്ക് ടാക്സിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ, വരുമാനാനന്ദം എന്ന് മനോരമ എഴുതിയാൽ, ഈ 1,00,000 രൂപ വരെ വരുമാനമുള്ളവർക്ക് ടാക്സ് കൊടുക്കേണ്ടാത്തത് കൊണ്ട് പ്രത്യേകമായിട്ട് എന്താണ് നാട്ടിൽ വരുന്ന മാറ്റം? കോർപ്പറേറ്റ് മുതലാളിക്ക് ടാക്സ് ഒഴിവാക്കി കൊടുത്തു, മധ്യവർഗത്തിനും ടാക്സ് ഒഴിവാക്കി കൊടുത്തു. പിന്നെ ആരാണ് പേറുന്നത്? നമ്മുടെ നാട്ടിലെ നിത്യസാധാരണക്കാരായ മുഴുവൻ മനുഷ്യരും ഒരേപോലെ കൊടുക്കേണ്ടി വരുന്ന പരോക്ഷ നികുതി എന്ന് പറയുന്നത് വല്ലാത്ത വർദ്ധിപ്പിച്ച് GST വലയിൽപ്പെടുത്തി, മുഴുവൻ മനുഷ്യനെയും ഇതിൻ്റെ വലയിൽപ്പെടുത്തി രാജ്യത്തിൻ്റെ സമ്പത്ത് ഉണ്ടാക്കുകയും ആ സമ്പത്ത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ചോർത്തി കൊടുക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ ഭരണഘടനയിലൂടെ ഇവിടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്, എന്താണ് ഭരണഘടന കൊണ്ട് കോർപ്പറേറ്റുകൾ വളരെ സൗകര്യപ്രദമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിൻ്റെ ജനങ്ങളുടെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക നിയമങ്ങൾ കോർപ്പറേറ്റ് മുതലാളിമാരുടെ താല്പര്യത്തിന് വേണ്ടി വെള്ളം ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടന്നാക്രമണം. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തെ കയ്യിലെടുത്തുകൊണ്ട് കോർപ്പറേറ്റുകൾ റാഞ്ചിക്കൊണ്ടുപോയി ഇതേ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം സമൃദ്ധമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും തിരിച്ചറിയണം. അങ്ങനെ അവർക്ക് ചെയ്തു കൊടുക്കാൻ ശക്തിയുള്ള ഒരു ഭരണകൂടത്തെ
നിലനിർത്തുന്നതിന് വേണ്ടിയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ജനരോഷത്തിൽ ആ ഭരണകൂടം തള്ളപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുമാണ്. ആ ജനരോഷത്തിൽ ആ ഭരണകൂടം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അമിതാധികാര പ്രയോഗത്തിൻ്റെ ഇടങ്ങളായിട്ട് ഭരണഘടനയെ അട്ടിമറിക്കുന്ന പുതിയ നീക്കങ്ങളുമായി വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത? ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രത്യേകത ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ആനുകൂല്യം അങ്ങോട്ട് കൊടുക്കണം, ജനക്ഷേമ നടപടികൾ ഉണ്ടാക്കണം. ഇന്നലെ എല്ലാവരും പറയുന്നത് കേട്ടു, തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, LDF ഈ പെൻഷനെല്ലാം വർദ്ധിപ്പിക്കാൻ പോവാണ്. പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. അപ്പം ചിലർ ചോദിക്കുന്നത് ഇവർക്ക് തെരഞ്ഞെടുപ്പിനെ പേടിയില്ലേ? എന്താ ഇവർ തെരഞ്ഞെടുപ്പിനെ പേടിക്കാത്തത്? തെരഞ്ഞെടുപ്പിനെ പേടിക്കേണ്ട കാര്യമില്ല. 1000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന 2016 പിണറായി സർക്കാർ 2021 ഇറങ്ങുമ്പോൾ 1000 രൂപയുടെ വാഗ്ദാനം 1600 എത്തിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്താ 1600 ആക്കിയത്? കോവിഡ് കാലമാണ്, ആളുകളുടെ ഈ പണമില്ല, പണം എത്തിക്കണം, അതാണ് അന്നത്തെ രാഷ്ട്രീയ ആവശ്യമാണ്, അന്നത്തെ സാമൂഹിക ആവശ്യമാണ്, എത്തിച്ചു. അത് കണ്ടിന്യൂ ചെയ്യണം, അത് തുടരുകയാണ്. അപ്പം ജനങ്ങളിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് 5 വർഷത്തിലൊരിക്കലായി പരിമിതപ്പെടുത്താനുള്ള തന്ത്രമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം. 2, നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ വൈവിധ്യമാണ്. ആ വൈവിധ്യത്തിൽ ഭാഷാ വൈവിധ്യമുണ്ട്, സാംസ്കാരികത വൈവിധ്യങ്ങളുണ്ട്, ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളുണ്ട്. അങ്ങനെ വൈവിധ്യസമ്പന്നമായ ഒരു രാജ്യത്തിനകത്ത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ചങ്ങലയല്ല, അല്ലെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ തളാപ്പ് കെട്ടിയിട്ടല്ല നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതേ തളായ്പ് കെട്ടിയിട്ടല്ല പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെങ്ങിനും കമുകിനും ഒരു തളായ്പല്ല എന്ന് പറയും. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും അജണ്ടകൾ വേറെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ കൂടിയാണ് മറ്റെല്ലാ തെരഞ്ഞെടുപ്പുമെങ്കിലും ഒരൊറ്റ ആഖ്യാനം കൊണ്ട് രാജ്യത്തെ ആകമാനം പണം ചെലവ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു സമ്മതി നിർമ്മിതിയിലൂടെ മൊത്തം റാഞ്ചാനാവും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഇലക്ഷനകത്ത് ഒരു സെലക്ഷൻ പ്രക്രിയ നടക്കുന്നുണ്ട്. ഞാൻ ജനാധിപത്യപരമായി എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു അധികാരത്തെ, വോട്ടർ എന്ന് പറയുന്ന അധികാരത്തെ ഞാൻ വിവേകപൂർവ്വം ജഡ്ജ് ചെയ്ത് വിനിയോഗിക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഒരു വോട്ടറെയും ജഡ്ജിമാരാകാൻ ജനാധിപത്യം പഠിപ്പിക്കുന്നില്ല. ഒരു വോട്ടറെയും ന്യായാധിപനാകാൻ ജനാധിപത്യം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം നിങ്ങളുടെ മുൻഗണന എന്ന് പറയാൻ ജനാധിപത്യം പഠിപ്പിക്കുന്നില്ല. ഒരു സർക്കാരിൻ്റെ പെർഫോമൻസ് ആയിരിക്കണം നിങ്ങൾ കണക്കിലെടുക്കേണ്ടത് ജനാധിപത്യം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താ വോട്ടെന്ന് പറയുന്ന കാര്യം? ഒരു വോട്ട് എന്ന് പറയുന്നത് തീരുമാനിക്കപ്പെടുന്നതിന് ഘടകങ്ങൾ പലതായിരിക്കും. ജാതി തീരുമാനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്, മതം തീരുമാനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്, താൽക്കാലിക വികാരങ്ങളും ആവേശങ്ങളും തീരുമാനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്, ഭാഷാ സ്വത്വം തീരുമാനിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ഇതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഘടകം എന്താണ്? പ്രൊപ്പഗൻഡ. ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ പ്രൊപ്പഗൻഡയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ റാഞ്ചാനാകും ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക്. നമ്മൾ കണ്ടല്ലോ, ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ യാതൊരു മടിയുമില്ലാതെ 18,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലേക്ക്, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് വിവിധ കമ്പനികളിൽ നിന്നും ബലം പ്രയോഗിച്ചോ അല്ലാതെയോ പിരിച്ചെടുത്തത്. അതിൽ പങ്കില്ലാത്ത ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. അത് വേണ്ടതില്ല എന്ന് ഇടതുപക്ഷം തീരുമാനിക്കുകയും അതിനായിട്ട് പ്രത്യേക അക്കൗണ്ട് തുറന്നില്ല എന്ന് തീരുമാനിക്കുകയും കേസ് കൊടുക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത് അത് അവസാനിപ്പിച്ചു. പക്ഷേ പ്രൊപ്പഗൻഡ നിർമ്മിതി എങ്ങനെയാണ്? ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരു പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പും നടക്കുമ്പോൾ ആഖ്യാനങ്ങൾ എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. ഇപ്പം തന്നെ ദില്ലിയിലൊരു ഫലം വന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എതിർക്കുന്ന 2 കൂട്ടർ ഒരുമിച്ച് മത്സരിച്ചാൽ ബുദ്ധിമുട്ട് വരും. നിയമസഭയിലേക്ക് വന്നപ്പോൾ BJP എതിർക്കുന്ന 2 കൂട്ടർ പരസ്പരം മത്സരിച്ചു, രണ്ടാളും തോറ്റു.
ഒരാൾ 0 മറ്റേ ആൾക്ക് 1 സീറ്റുണ്ട്. അപ്പോൾ എന്താണ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പൊക്കമുള്ള ഒരു കക്ഷിക്ക് മാത്രം കുറച്ചോട്ടെങ്കിലും രാജ്യം പിടിക്കാനാവുന്ന തന്ത്രം ഭരണഘടനാപരമല്ല. അതുകൊണ്ട് ഭരണഘടനയെ എങ്ങനെ റാഞ്ചിക്കൊണ്ടുപോകാം, ഭരണഘടനയെ എങ്ങനെ ചൂഷണത്തിന് ഉപയോഗിക്കാം, ചൂഷണത്തിന് ഉപയോഗിക്കുക മാത്രമല്ല ആ ചൂഷണത്തെ എങ്ങനെ സ്ഥാപനവൽക്കരിക്കാം, മാത്രമല്ല ആ ചൂഷണത്തെ എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാം, അതിനെ തുടർച്ചയുണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടനയ്ക്ക് ഒരു ധാർമ്മികതയുണ്ട്, ഭരണഘടനയ്ക്ക് ഒരു ചരിത്രമുണ്ട്, ഭരണഘടനയ്ക്ക് ഒരു സമര പൈതൃകമുണ്ട്. ഭരണഘടന മരിക്കുന്നത് എപ്പോഴാണ്? ഭരണഘടന അതിൻ്റെ സമര പൈതൃകത്തെ മറന്നാൽ ഭരണഘടന മരിക്കും. ഭരണഘടനയുടെ സമര പൈതൃകം എന്താണ്? അതാണ് അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മിതിയുടെ സമര പൈതൃകം എന്താണ്? അതാണ് ചോദ്യം. നമ്മൾ വളരെ യാന്ത്രികമായി അംബേദ്കർ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ വകുപ്പുകളും എടുത്തു, അത് ഇതുകൂടെ കൂട്ടിക്കെട്ടി കിലുക്കി കുത്തി. അങ്ങനൊന്നുമല്ല ഭരണഘടന നിർമ്മിച്ചത്. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി അന്ന് ജീവിച്ചിരുന്ന 40 കോടി മനുഷ്യർക്ക് സമ്മതി നിർമ്മിച്ചത്? അതിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മതി ഉണ്ടാക്കിയത്. അന്നത്തെ 40 കോടിയല്ല ഇന്നത്തെ ജനസംഖ്യ. ഇന്നത്തെ ജനസംഖ്യ 140 കോടിയാണ്. അപ്പം അതിനുശേഷം ജനിച്ച ഒരാൾക്കും ആ ഭരണഘടനാ നിർമ്മാണത്തിൽ പങ്കില്ല. ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ അനുഭവമില്ല. ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ അനുഭവമില്ലാത്ത, ഭരണഘടന എന്താണെന്നറിയാത്ത, ഭരണഘടനാ നിർമ്മിതിയുടെ ഈറ്റുന്നോവ് അനുഭവിച്ച തലമുറയുടെ വേദന മനസ്സിലാക്കാത്തൊരു സമൂഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ ബാധിച്ചിരിക്കുന്ന ചരിത്ര ബധിരത ഭരണഘടനയ്ക്ക് ഏറ്റവും വലിയ അപകടകരമാണ്. ഹിസ്റ്റോറിക്കൽ ഡെഫിനസ് എന്നൊരു പ്രയോഗം യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വേദിയിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒരാളുടെ ശരീരത്തിൻ്റെ ശാരീരികമായ വെല്ലുവിളിയെ നമ്മൾ അങ്ങനെയല്ല അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ജനാധിപത്യപരമായ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ആ വാക്ക് എൻ്റെതല്ലാത്തത് കൊണ്ടും. ഫ്രെഡറിക് ജെയിംസൺ പറയുന്നൊരു പ്രധാനപ്പെട്ട ആശയമാണ് ചരിത്ര ബധിരത. നിങ്ങൾ ചരിത്രത്തോട് ബധിരരായിരിക്കുന്നിടത്തോളം കാലം, എങ്ങനെയാണ് ഈ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത് എന്ന ആശയം മനസ്സിലാക്കാത്തിടത്തോളം കാലം, എങ്ങനെയാണ് ഈ ഭരണഘടനയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ മനുഷ്യൻ സമരഭരിതമായ ഇന്നലകളിൽ അവൻ്റെ യാതനാ നിർഭരമായ ജീവിതം തള്ളി നീക്കിയത് എന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം, ലഭിച്ചിരിക്കുന്ന ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കാതിരിക്കുകയും വളരെ വേഗം അത് നഷ്ടപ്പെടാനിടയാവുകയും ചെയ്യും. അതുകൊണ്ട് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഭരണഘടന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സംഘപരിവാരത്തിൻ്റെ പക്കൽ നിന്നല്ല, ഭരണകൂടത്തിൻ്റെ പക്കൽ നിന്നല്ല, ചരിത്രബധിരതയുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ വളർച്ചയിൽ നിന്നാണ്. അതുകൊണ്ട് ചരിത്രബധിരരായ സമൂഹത്തിൻ്റെ കാതുകളിലേക്ക് ചരിത്രത്തിൻ്റെ ഇന്നലകളിലെ സമരാനുഭവങ്ങളെ എത്തിക്കുക, അവരെ ചരിത്ര സാക്ഷരരാക്കിക്കൊണ്ട് ചരിത്രബധിരതയെ മറികടന്ന് ചരിത്രം പഠിപ്പിക്കുകയും ചരിത്രം പഠിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരായി അവരെ മാറ്റി തീർക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭരണഘടനയെ സംരക്ഷിക്കാനാകൂ. 75 കഴിഞ്ഞ് ഭരണഘടനയ്ക്ക് 100 എന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്താൻ കഴിയണമെങ്കിൽ 75-ൽ 100 എത്തുമ്പോൾ ഇത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ചരിത്രബധിരത വരുന്നൊരു സമൂഹം അത് അവശേഷിപ്പിക്കില്ല. നിങ്ങളൊരു പള്ളിയുടെ അടിയിൽ ചെന്ന് അമ്പലമുണ്ടോ എന്ന് തപ്പാൻ പോകുന്നു. അങ്ങനെ പള്ളിയുടെ അടിയിൽ അമ്പലം തപ്പാൻ പോകുമ്പോൾ കാണാൻ പോകുന്നത് ചിലപ്പോൾ ഒരു വിഗ്രഹമായിരിക്കും. അത് ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രത്തിൻ്റെ അടയാളവുമായിരിക്കാം. സാധാരണഗതിയിൽ അങ്ങനെ ഇല്ല, പക്ഷെ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ആണെന്ന് തന്നെ കണക്കിലെടുത്തു. പിന്നെയും കുഴിച്ചു പോയാൽ അതിൻ്റെ അടിയിൽ കാണാൻ പോകുന്നത് എന്താണ്? അതിൻ്റെ അടിയിൽ കാണാൻ പോകുന്നത് ബുദ്ധനായിരിക്കും. പിന്നെയും കുഴിച്ചു പോയാൽ ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ജൈനനെ കാണാൻ കഴിയും, ജൈന മതസങ്കല്പ തീർത്ഥങ്കന്മാരെ കാണാൻ കഴിയും. പിന്നെയും കുഴിച്ചു പോയാൽ വിശ്വാസങ്ങളുണ്ടാവും. ആ വിശ്വാസങ്ങളിൽ ഇന്ന് കാണുന്ന ഹിന്ദുവോ, ഇന്ന് കാണുന്ന ബുദ്ധനോ, ഇന്ന് കാണുന്ന യേശുദേവനോ, ഇന്ന് കാണുന്ന മതസങ്കല്പങ്ങളോ ഉണ്ടാവുകയില്ല. നമ്മുടെ പറവൂരിലെ
പട്ടണം ഉദ്ഘാടനം തെളിയിക്കുന്ന എന്താണെന്നറിയാമോ? 1,40,000 ശകലങ്ങൾ ഖനനം ചെയ്ത് കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ആയുധങ്ങളില്ലാത്ത കേരളമായിരുന്നു നമ്മുടെ കേരളം. ഇന്ന് കാണുന്ന ഒരു ദൈവങ്ങളും ഇല്ലാതിരുന്നൊരു കേരളമായിരുന്നു നമ്മുടെ കേരളം. അപ്പൊ ചരിത്രത്തെ പഠിക്കുന്നത്, ചരിത്രത്തെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ, സെക്കുലറിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിക്കടിയിലേക്ക് കുഴിക്കൂ. സംഘപരിവാറിനോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിക്കടിയിൽ കുഴിക്കണം, ഉത്ഖനനം നടത്തണം. കുഴിക്കൽ നിങ്ങൾക്ക് വേണ്ടതൊരു കാര്യം കാണുമ്പോൾ നിർത്തരുത്. താഴേക്ക് കുഴിച്ചു പോയാൽ നിങ്ങൾ എന്താണോ പറയണത് അതല്ല എന്നുള്ളതിന് കണ്ടെത്തപ്പെടും. പാലാഴി കടഞ്ഞ് ഓരോന്നോരോന്നായി ഇങ്ങനെ മുകളിലേക്ക് വന്നതുപോലെ ഭൂമിക്കടിയിലേക്ക് കുഴിക്കാൻ പോയാൽ ഏറ്റവും അവസാനം കണ്ടെത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഈ കേരളത്തിൽ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമുണ്ടായി എന്ന് തലമുറകളെ പഠിപ്പിച്ചത് വഞ്ചനയും കളവുമായിരുന്നു. ആ ബ്രാഹ്മണ സാഹിത്യം വഞ്ചനാപരമായിരുന്നു. പ്രാചീന മലയാളം എന്ന കൃതിയിൽ ചട്ടമ്പിസ്വാമികൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കേരളം ഒരു കാലത്തും ഒരു പരശുരാമനും മഴുവെറിഞ്ഞ് നിർമ്മിച്ചതല്ല. മഴുവെന്ന ആയുധം ഉണ്ടാകുന്നുമുള്ള കേരളത്തിന്റെ അടരുകളിലേക്കാണ് വടക്കൻ പറവൂരിലെ പട്ടണം ഉദ്ഘാടനം നമ്മളെ കൊണ്ട് എത്തിച്ചത് എന്ന് പറയുമ്പോൾ, ഇന്ത്യയിൽ തന്നെ ചരിത്രപരതയിൽ ഈ കേരളം എന്ന് പറയുന്നത് മഹത്തായൊരു സംഭാവന മോഹൻജദാരോ ഹാരപ്പായ്ക്ക് സമാനമായി നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചരിത്ര ബധിരത എന്ന് പറയുന്നത് സമൂഹത്തെ സംബന്ധിച്ച് വലിയ വില കൊടുക്കേണ്ടി വരും. എവിടെയാണ് നമ്മുടെ രാജ്യം സൃഷ്ടിക്കപ്പെട്ടത്? എന്തിനാണ് ഈ രാജ്യം ഉണ്ടാക്കപ്പെട്ടത്? എന്തിനാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിർമ്മിക്കപ്പെട്ടത്? എന്തിനാണ് ഈ രാജ്യം വിഭജിക്കപ്പെട്ടത്? ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് മുഖത്തേക്ക് വന്നടിക്കുന്ന ചോദ്യങ്ങളല്ലേ? എൻ്റെ നാടായ തിരുവിതാംകൂർ ഒരു കാലഘട്ടത്തിലും ഒരു ബ്രിട്ടീഷുകാരൻ്റെയും ഭരണത്തിന് കീഴിലായിരുന്നില്ല. എൻ്റെ ശത്രു ബ്രിട്ടീഷുകാരനായിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാരൻ കടന്നു വന്ന് ഇവിടെ കടന്നാക്രമണം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ നമ്മുടെ വൈക്കംകാരാണെങ്കിൽ വടക്കംകൂറുകാരാണ്. ഞാൻ താമസിക്കുന്ന തിരുവാർപ്പിലായതുകൊണ്ട് കോട്ടയംകാരനായ ഞങ്ങൾ തെക്കംകൂറുകാരനാണ്. തെക്കംകൂറും വടക്കംകൂറും ചേർന്ന് ഒറ്റ രാജ്യമായി ഈ വേമ്പനാട്ടുകായലിന്റെ തീരം മുഴുവൻ നമ്മൾ വേമ്പലനാടെന്ന രാജ്യക്കാരായിരുന്നു. നമ്മുടെ രാജ്യത്തിന് മേൽ അധിനിവേശമുണ്ടായി. മാർത്താണ്ഡവർമ്മയാണ് അത് ചെയ്തത്. അതുകൊണ്ട് അധിനിവേശത്തെക്കുറിച്ച് പറഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ അധിനിവേശമാണ് ഞാൻ സംസാരിക്കേണ്ടത്. മാർത്താണ്ഡവർമ്മയുടെ അധിനിവേശത്തെക്കുറിച്ച് സംസാരിച്ചാൽ ആ അധിനിവേശത്തിന്റെ ഉൽപ്പന്നമാണ് തിരുവിതാംകൂർ. ഞാനതാണ് സംസാരിക്കേണ്ടത്. ചരിത്രത്തിൽ അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 600 നാട്ടുരാജ്യങ്ങൾ, ഈ 600 നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നില്ലല്ലോ. അപ്പൊ ഏതൊരു ഘട്ടത്തിലാണ് 600 നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയോടൊപ്പം ചേർക്കപ്പെട്ടത്? അതൊരു ചരിത്രമാണ്. ഈ തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര തിരുവിതാംകൂറാക്കാൻ വേണ്ടി അമേരിക്കൻ മോഡലുമായി CP രാമസ്വാമി വന്നപ്പോൾ സ്വതന്ത്ര തിരുവിതാംകൂർ അറബിക്കടൽ എന്ന് പറയുന്ന ഒരു സമരം നടത്തിയ വയലാർ പുന്നപ്ര ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഭരണഘടനയിൽ അതിൻ്റെ ഭാഗമായ തിരുവിതാംകൂർ എവിടെ നിൽക്കും? നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂറിൽ നിന്നും ഒരു സ്ഥാനപതിയെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ട്. തിരുവിതാംകൂറിൽ നിന്ന് വേറൊരു സ്ഥാനപതിയെ ഡൽഹിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു രാജ്യമായിരുന്നു. അങ്ങനെയുള്ളൊരു രാജ്യമാണ് തിരുവിതാംകൂറായി നിന്നതിനെയാണ് 1948 തിരുക്കൊച്ചി സംയോജനത്തിലൂടെയും പിന്നീട് മലബാർ സംയോജനത്തിലൂടെയും നമ്മൾ കേരളമായി 3 കോണിൽ നിന്നുവന്ന് ഇന്നലെ നാം പാടിയ കേരളമാക്കി മാറ്റിയത്. ഈ ചരിത്രത്തെക്കുറിച്ച് അജ്ഞരായിരിക്കുന്നിടത്തോളം കാലം, അറിവില്ലാത്തവരായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് എങ്ങനെയാണ് ഒരു ഭരണഘടനാ നിർമ്മിതിയിലേക്ക് പോയത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനാവുക? അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഭരണഘടനയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യയാണെങ്കിൽ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്ന സമരങ്ങളോ, ബ്രിട്ടീഷ് ഇന്ത്യ രൂപപ്പെടുന്ന സമരങ്ങളുടെ പ്രത്യേകത നോക്കൂ. പോരാട്ടം നടത്തിയ മനുഷ്യരുണ്ട്, കീഴടങ്ങിയ മനുഷ്യരുണ്ട്. പോരാട്ടം നടത്താതിരുന്ന ഹൈദരാബാദിലെ നൈസാമിന്, ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്ത ഹൈദരാബാദിലെ നൈസാമിന് ഇഷ്ടം പോലെ ഭൂസ്വത്തുണ്ട്. BJP-ക്കാർ പറയുകയാണ് വഖഫ് പ്രോപ്പർട്ടി എല്ലാം പിടിക്കണം. BJP-ക്കാർ പറയുന്നത് വഖഫ് പ്രോപ്പർട്ടി എല്ലാം പിടിക്കണം.
ഹൈദരാബാദിലെ നൈസാമിൻ്റെ സ്വത്ത് പിടിക്കണ്ടേ? ഹൈദരാബാദിലെ നൈസാമിൻ്റെ സ്വത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്വത്താണ്. അതുപോലെ നൈസാം എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയായ അവിടുത്തെ ജന്മിയുടെ കയ്യിലാണ്, അല്ലെ രാജാവിൻ്റെ കയ്യിലാണ്. എന്താ ഈ ഭൂമി പാവപ്പെട്ടവന് കൊടുക്കേണ്ടത്? വഖഫിൻ്റെ പുറകെ പോയാൽ നൈസാം രക്ഷപ്പെട്ടു. വഖഫിൻ്റെ പുറകെ പോയാൽ ഹിന്ദു രാജാക്കന്മാരെ അവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടു. ഗ്വാളിയറിലെ രാജമാതാവ് രക്ഷപ്പെട്ടു. അപ്പോൾ ചരിത്രപരമായി പഠിക്കുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തവരുമുണ്ട്, കീഴടങ്ങിയവരുമുണ്ട്. യുദ്ധം ചെയ്ത ടിപ്പു സുൽത്താനാണ്, കീഴടങ്ങിയത് അല്ലെങ്കിൽ അതിനോട് സന്ധി ചെയ്തത് ഹൈദരാബാദ് നൈസാമാണ്. രണ്ടുപേരും മുസ്ലിമാണ്. മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു എന്ന ധാരണ തെറ്റാണ്. മുസ്ലിങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നു ധാരണ തെറ്റാണ്. അതാണ് അതിൻ്റെ ചരിത്രം. പോരാട്ടം നടത്തിയവരുണ്ട്, അവരോട് കീഴ്പ്പെട്ടവരോ സമരസപ്പെട്ടവരുണ്ട്, ഒറ്റുകാരുമുണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. 1857 ഒന്നാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആർക്ക് വേണ്ടിയായിരുന്നു? അധികാരം നഷ്ടപ്പെട്ടവരെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കണം, രാജവാഴ്ച തിരിച്ചു കൊണ്ടുവരണം. ജനാധിപത്യത്തിന് വേണ്ടിയല്ല 57 സമരം. അപ്പോൾ ഒന്നാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലെ ജനാധിപത്യം ഉണ്ടാക്കാനോ ഇന്ന് നാം കാണുന്ന ഭരണഘടന നിർമ്മിക്കാനോ അല്ല, രാജവാഴ്ചയിലേക്കുള്ള തിരിച്ചുപോക്കിനായിരുന്നു. അതുകൊണ്ടാണ് ഇത് പരാജയപ്പെട്ടത്. അതിനേക്കാൾ മെച്ചപ്പെട്ട സംസ്കാരവുമായി വന്ന ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അത് കീഴടങ്ങാതെ മാർഗമില്ലായിരുന്നുവെന്ന് മാർക്സ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ട് രാജവാഴ്ചയെ പുനഃസ്ഥാപിക്കാനായിരുന്നു 57 സമരം, 1857 സമരം. പക്ഷെ 1857 സമരം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ കാര്യം മനസ്സിലായി, നാട്ടുകാരെ കൂടെ നിർത്തിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അങ്ങനെയാണ് 1861 ആദ്യമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ തുടക്കം. ഇന്ത്യൻ ഭരണഘടന 6 or 7 തവണ ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1857 കഴിഞ്ഞ് 1861, പിന്നെ 63, പിന്നെ 1881, 83 തുടങ്ങി പല വർഷങ്ങൾ കൈകാര്യം ചെയ്തു. നമ്മൾ സാധാരണ പറയുന്നത് 1909, 1919, 1935 മൂന്നെണ്ണമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്സ്, മിൻറ്റോ മോർലി പരിഷ്കാരം, മുണ്ടേക്ക് ചംസ്ഫോർഡ് ആക്ട്, 1937 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത്രയാണ് നമ്മൾ പറയുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതിന് ശേഷമാണ് 1936 ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്നത് നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം 1936. പക്ഷേ ഒന്നൊക്കെ കൊല്ലക്കാലം കഴിഞ്ഞപ്പോൾ അത് പിരിച്ചു വിട്ടു, തകർന്നു പോയി, ഇല്ലാതാക്കി. ജനാധിപത്യം പിച്ചുവെച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അത് കൊന്നു. ഇങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടുകളുടെ പല എണ്ണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എണ്ണങ്ങളിൽ നിന്നും വികസിച്ചു വരുന്ന ഒരു ജനാധിപത്യത്തിൻ്റെയും റിപ്പബ്ലിക്കിൻ്റെയും വിവിധ ഘടകങ്ങൾ, ഓരോ ഘടകങ്ങളും വന്നത് ഏറ്റുമുട്ടൽ, സമരം തീർക്കാൻ തൽക്കാലം ഒരു സന്ധി, ഒട്ടമേ സമ്മേളനം, തീർന്നാലും തീർന്നില്ലെങ്കിലും ഒരല്പ ഉദാരത, വീണ്ടും സമരം, ഒരല്പ ഉദാരത, ഇങ്ങനെ സന്ധിയും സമരവും സന്ധിയും, ഇങ്ങനെയാണ് ഇത് വികസിച്ചു വരുന്നത്. അവസാനം ബ്രിട്ടീഷുകാരുടെ എല്ലാ താല്പര്യങ്ങളും നിലനിർത്തിക്കൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും അവർ തൽക്കാലം അധികാരം കൊടുത്തിട്ട് പോയി. ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയപ്പോൾ ഖാലിസ്ഥാൻ്റെ കയ്യിലാണ് കപ്പ് കൊടുത്തിട്ട് പോയത്. അമേരിക്ക അധികാരത്തിൽ നിന്ന് പോയപ്പോൾ താലിബാന്റെ കയ്യിലാണ് ഇപ്പോൾ അധികാരം കൊടുത്തിട്ട് പോയത്. ഇന്ത്യ രാജ്യത്തിൻ്റെ അധികാരം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളെ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലേക്ക് കൈമാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നല്ല കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അന്നത്തെ ചരിത്രപരതയാണ്. പക്ഷെ ചരിത്രപരത മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടി? ഇന്ത്യക്ക് മാത്രമല്ല സ്വാതന്ത്ര്യം കിട്ടി, ജപ്പാനും സ്വാതന്ത്ര്യം കിട്ടി. ബോംബ് വീണ ജപ്പാന് സ്വാതന്ത്ര്യം എന്തുകൊണ്ട്? ജപ്പാനിൽ ഗാന്ധിയില്ല, ജപ്പാനിൽ നെഹ്റു ഇല്ല, ജപ്പാനിൽ കോൺഗ്രസ് ഇല്ല, ജപ്പാനിൽ സ്വാതന്ത്ര്യ സമരമില്ല. പിന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 47 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതോടുകൂടി ലോകത്തൊരു പുതിയ ജനാധിപത്യ അന്തരീക്ഷം വളർന്നു വന്നു. കൊളോണിയലിസത്തിൻ്റെ അന്ത്യം, അതോടുകൂടിയാണ് നമ്മുടെ ജനാധിപത്യം, അതോടുകൂടിയാണ് നമ്മുടെ ഭരണഘടന. ആ അന്തരീക്ഷം ലോകാന്തരീക്ഷം മറന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ പാടില്ല. ഒരു ലോകാന്തരീക്ഷത്തിലാണ് ഭരണഘടന ഉണ്ടായത്. ആ ലോകാന്തരീക്ഷം ഒരു രാജ്യം വേറൊരു രാജ്യത്തിന് മേലെ കടന്നു കയറി ഭരണാധികാരം പിടിക്കുന്ന തെറ്റ്. ഇതാണ് ഭരണഘടന. ആ ഭരണഘടനയുടെ 1950 മുതൽ 90 വരെയുള്ള ഭരണഘടനയുടെ ചരിത്രം നോക്കിയാൽ നമ്മുടെ ദേശീയത ദൃഢീകരിക്കുന്നത് കാണാം.
ആ ഭരണഘടനയ്ക്കകത്ത് നമ്മുടെ രാജ്യം, രാജ്യത്തിൻ്റെ അധികാരങ്ങൾ, ദേശസാൽക്കരണം, അതുപോലെ തന്നെ പരിസ്ഥിതി നിയമങ്ങൾ തുടങ്ങി പേറ്റന്റ് ആക്ടുകൾ തുടങ്ങി നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പിക്കുന്ന ഓരോ നടപടിയും 1990 വരെയുള്ള കാലത്ത് കാണാം. 90 ഷിഫ്റ്റ് വന്നു. എന്താ ഷിഫ്റ്റ്? സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി എന്താ സംഭവിച്ചത്? വലതുപക്ഷ കടന്നാക്രമണങ്ങൾ ശക്തിപ്പെട്ടു, ആഗോളവൽക്കരണം ശക്തിപ്പെട്ടു. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ മൂലധനത്തിന് ഇവിടെ വരാം. ഇവിടെ വന്നാൽ അവർക്ക് സൗകര്യപ്രദമായി കൊള്ളയടിച്ചിട്ട് തിരിച്ചു പോകണം. നമ്മുടെ പാടത്ത് വിത്ത് വിതയ്ക്കും. വിത്ത് വിതച്ചിങ്ങനെ നമ്മൾ കാത്തിരിക്കുമ്പോഴാണ് ഇരണ്ട പക്ഷികൾ കൂട്ടത്തോടെ വന്ന് ഈ വിത്ത് കൊത്തി തിന്നുന്നത്. ഇരണ്ട വീണാൽ തന്നെ വിത്ത് പോയി, പിന്നെ കൃഷിയില്ല. അതുകൊണ്ട് ഇരണ്ട പക്ഷിയെ നമ്മൾക്ക് വെടിവെക്കാൻ അവകാശമില്ല. ഇരണ്ട പക്ഷിക്ക് ചെണ്ട കൊട്ടുകയും പടക്കം പൊട്ടിക്കുകയും ആവാം. ഇതാണ് നിയമം. വിദേശ മൂലധനം വരുമ്പോൾ വിദേശ മൂലധനത്തിൻ്റെ ബഹളം വെക്കാം. പക്ഷെ അവൻ വന്ന് നമ്മുടെ വിത്ത് വരെ കൊത്തിക്കൊണ്ടു പോകും. ഇങ്ങനെ വിത്ത് കൊത്തിക്കൊണ്ടു പോകാൻ തക്കവണ്ണം വിദേശ മൂലധനത്തിന് അരങ്ങൊരുക്കുന്ന നിരവധി ഭേദഗതികളാണ് 1990 മുതൽ. അതിലൊരു ഭേദഗതിയാണ് രൂപയുടെ മൂല്യം കുറയ്ക്കൽ. അതിലൊരു ഭേദഗതിയാണ് ഇവിടുത്തെ ബാങ്ക് സ്വകാര്യവൽക്കരണം. അതിലൊരു ഭേദഗതിയാണ് ഇൻഷുറൻസിൻ്റെ 100% സ്വകാര്യവൽക്കരണം ഇപ്പോൾ നടപ്പാക്കിയത്. ഇതെല്ലാം വിദേശ മൂലധനത്തിന് ഇവിടെ വന്ന് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഇരണ്ടപ്പക്ഷി വന്ന് വിത്ത് കൊത്തി രക്ഷപ്പെട്ടു പോകുന്ന വിധം കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി ലാഭമൂറ്റും തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ തുറന്നിടുക. ഇതാണ് ആഗോളവൽക്കരണം. മൂലധനത്തിന് വേണ്ടി അതിർത്തി തുറന്നിടുമ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? ലോകം ഒരു ഗ്രാമമായി. ഗ്ലോബൽ വില്ലേജ്, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അതനുസരിച്ച് കുറെ ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് എന്ന് കയറി. ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് എന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ്റെ കയ്യിൽ ചങ്ങല കെട്ടി, അവൻ്റെ കാലിൽ ചങ്ങല കെട്ടി, അവനെ അപമാനിച്ച് മൂത്രം ഒഴിക്കാൻ പോലും സമ്മതിക്കാതെ, ഭക്ഷണം കൊടുക്കാതെ വിമാനത്തെ കയറ്റി ഇവിടെ കൊണ്ട് തള്ളി. ഇതെന്ത് ആഗോളവൽക്കരണമാണ്? അധ്വാനിക്കുന്ന മനുഷ്യന് രാഷ്ട്രാതിർത്തികൾ തടസ്സം, മൂലധനത്തിന് രാഷ്ട്രാതിർത്തികൾ സ്വാഗതം. ഇതിന് തക്കവണ്ണം നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തി എന്നുള്ളതാണ്, പരുവപ്പെടുത്തി എന്നുള്ളതാണ് 90-കൾ മുതൽ ഇവിടെ ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ വിരുദ്ധത. ആ ഭരണഘടനാ വിരുദ്ധതയുടെ സംയുക്തികമായ ഒരു തുടർച്ചയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് BJPയിൽ ആരംഭിച്ചു എന്ന് തെറ്റിദ്ധാരണ വേണ്ട. അടിയന്തരാവസ്ഥയിൽ ആരംഭിച്ചു എന്ന് തെറ്റിദ്ധാരണ വേണ്ട. അടിയന്തരാവസ്ഥക്കാലത്ത് കൊണ്ടുവന്ന പല പരിഷ്കരണങ്ങളിലും നമുക്ക് എതിർപ്പുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് കൊണ്ടുവന്ന ചില കാര്യങ്ങളോട് രാജ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കത്തക്കതും ഉണ്ടാകാം. എവിടെയാണ് വഴിമാറിയത്? വഴിമാറിയത് 1986 രാജീവ് ഗാന്ധിയുടെ കാലം. പിന്നീട് വന്നാൽ 91 രൂപയുടെ മൂല്യം കുറയ്ക്കൽ അടക്കമുള്ള നിരവധി പരിപാടികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അധികാരം മറ്റെവിടെയാണ്. അതറിയണമെങ്കിൽ ലോക വ്യാപാര സംഘടന എന്ന സംഘടനയിൽ അംഗമാകുന്നതിന് നമ്മുടെ രാജ്യം തീരുമാനിച്ചത് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചിട്ടില്ല. ആസിയാൻ കരാറിൽ ഒപ്പിടുന്നതിന് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഒപ്പിട്ടിരിക്കുന്നു. അതെല്ലാം ഇവിടെ ബാധകമാണ്. അപ്പോൾ അധികാരം എവിടെയാണ്? നമ്മുടെ ഭരണഘടന മൂലം അധികാരങ്ങളെല്ലാം അവിടെ സുരക്ഷിതമാണ് എന്ന ഒരു ധാരണ ആവശ്യമില്ല. ചരിത്രപരതയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഭരണഘടനയിൽ കിട്ടിയിരിക്കുന്ന അധികാരങ്ങളെല്ലാം പല കാലങ്ങളിൽ ഭരണകൂടങ്ങൾ അവരുടെ വർഗ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതിന് നിരവധിയായ തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എന്താ പ്രശ്നം? ഇന്ത്യൻ ഭരണഘടനയെ ഒരു മതരാഷ്ട്ര ഭരണഘടനയാക്കണം. നിങ്ങൾ മതഭരണഘടനയാക്കുമ്പോൾ തന്നെ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ജനങ്ങളിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ്. പിന്നെന്താ പ്രശ്നം? ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ്. പിന്നെന്താണ് പ്രശ്നം? ആരാണ് ഹിന്ദു? ക്രിസ്ത്യാനി അല്ലാത്ത, മുസ്ലിം അല്ലാത്ത, ബുദ്ധനല്ലാത്ത, ജൈനനല്ലാത്ത, പാഴ്സിയല്ലാത്ത, സിഖുകാരനല്ലാത്തതല്ല ഹിന്ദു. അപ്പോൾ അവരെല്ലാം കൂടി ഒരാളെ തിരഞ്ഞെടുത്താൽ മതി. ഹിന്ദു സമാജത്തിനകത്തെ തെരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ പിന്നെന്തിന് തെരഞ്ഞെടുപ്പ്? പിന്നെന്തിന് ഭരണഘടന? നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഉടനെ ഹിന്ദുക്കളാവില്ല കേട്ടോ. ക്രിസ്ത്യാനി ഇല്ലാതെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ലാതെ ഹിന്ദു ഇല്ല. നേപ്പാളിൽ ചെന്ന് ഹിന്ദുവിനെ അന്വേഷിച്ചാൽ കിട്ടൂല. നേപ്പാളിൽ ശ്രീരാമനുണ്ട്, സീതയുണ്ട്, പരമശിവനുണ്ട്, എല്ലാ ദൈവങ്ങളും ഉണ്ട്, രാമായണവും മഹാഭാരതവും ഉണ്ട്. പക്ഷെ നേപ്പാളിൽ ഹിന്ദു മാത്രമില്ല. അതിന് കാരണം എന്താണ്? നേപ്പാളിൽ മുസ്ലിം ഇല്ല. അപരനുണ്ടാകുമ്പോഴാണ് അപരനെ ചൂണ്ടിക്കാട്ടി മറ്റൊരുത്തനെ ചൂണ്ടിക്കാട്ടി അവനല്ലാത്തതെന്തോ അതാണ് ഹിന്ദു.
അപ്പോൾ അവനല്ലാത്തത് എന്തോ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ നിർമ്മിതി വ്യാജ നിർമ്മിതിയാണ്. അങ്ങനൊരു ഹിന്ദുവിൻ്റെ നിർമ്മിതിയില്ല. ഉന്നത കുലജാതരും നീചജാതിക്കാരും ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നീചനാരിതൻ കയ്യാൾ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ. നീചനാരിതൻ കയ്യാൾ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ. കുമാരനാശാനിൽ എഴുതിയത്. ചണ്ടാൽ ഭിക്ഷുകയിൽ ഗ്രാമത്തിൻ പുറത്തെങ്ങോ വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഗ്രാമത്തിൻ്റെ പുറത്ത് വസിക്കുക എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണത്തിന് പുറത്താണ്. ഇതാണ് അന്നത്തെ ഉന്നത കുലജാതർ. ആ ഉന്നത കുലജാതരെയും നീചകുലജാതരെയും മാറ്റി എല്ലാവരും ഒരേപോലെയാണ് എന്ന് പറയുന്നത് ഭരണഘടന ഉണ്ടാക്കിയതാണ്. ആ ഉണ്ടാക്കിയ ഭരണഘടനയുടെ മൂല്യങ്ങൾ തകരുമ്പോൾ ഉന്നത കുലജാതന്മാർ തിരിച്ചു വരും. ഉന്നത കുലജാതന്മാർ തിരിച്ചു വരുമ്പോൾ നീചജാതികൾ ഉണ്ടാകും. അപ്പോൾ മനുസ്മൃതിയാകും നമ്മുടെ ഭരണഘടനയുടെ മൂല്യം. മനുസ്മൃതിയാണ് ഭരണഘടനയുടെ മൂല്യമെങ്കിൽ അതിനടിസ്ഥാനത്തിൽ ഭരിക്കപ്പെടുന്നവരായി ജനങ്ങൾ മാറും. അത് അദൃശ്യ ഭരണഘടനയാണ്. നമ്മുടെ ഭരണഘടനയ്ക്ക് മേൽ മനുസ്മൃതിയെ ഒരു അദൃശ്യ ഭരണഘടനയാക്കി മാറ്റിയിരിക്കുന്നു. ഈ അദൃശ്യ ഭരണഘടനയുടെ പ്രഖ്യാപനമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്തതെന്നാണ്. ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലും മാറ്റമുണ്ടാകാൻ പോകുന്നതല്ല എന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഇത് സനാതനമാണെന്ന് ബ്രാഹ്മണർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടുത്തെ മനയിലെ തിരുമേനിയും മഹാത്മാഗാന്ധിയോട് പറഞ്ഞത് സനാതനമെന്നാണ്. സനാതനം എന്ന് പറയാൻ കാരണം ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. സനാതനമായ ഒരു സാധനം ലോകത്തില്ല, മാറ്റമില്ലാത്തതായ ഒരു സാധനം ലോകത്തില്ല. മഹാത്മാഗാന്ധിനെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ എന്തെല്ലാം മാറ്റി. ഓരോ സംവാദം കഴിയുമ്പോഴും അദ്ദേഹത്തെ തന്നെ പുതുക്കിപ്പണിതത് കൊണ്ടാണ് ഗാന്ധിയാവുന്നത്. ഇന്നും പുതുക്കിപ്പണികളിന് തയ്യാറാകുമ്പോഴാണ് ഗാന്ധിയായി അതിജീവിക്കുന്നത്. ഗാന്ധിസം അവശേഷിക്കുന്നതും ഗാന്ധി അതിജീവിക്കുന്നതും ആ പുതുക്കലിൻ്റെ കരുത്താണ്. സനാതനം പുതുക്കലിനെതിരാണ്. സനാതനം എഴുതി വെച്ചതെന്തോ അവിടെ നിൽക്കുകയാണ്. 2000 കൊല്ലം മുമ്പോ 3000 കൊല്ലം മുമ്പോ എഴുതി വെച്ചതെന്തോ അവിടെ നിൽക്കണം, അതിനപ്പുറം പോകേണ്ടതില്ല. അതാണ് സനാതനം. ശൂദ്രന് സ്വത്തുണ്ടാകുന്നത് ബ്രാഹ്മണനെ പീഡിപ്പിക്കുന്നു, ഇതാണ് സനാതനം. അതനുസരിച്ച് നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുള്ളവരെ ഉണ്ടാകാവൂ. സമ്പന്നൻ എന്ന് പറയുന്നത് ജാതി താഴ്ന്നവനായിക്കൂടാ. ഇതാണ് സനാതനം. അപ്പോൾ ഭരണഘടനയുടെ മൂല്യങ്ങളെ എങ്ങനെയാണ് മറികടക്കാൻ വേണ്ടി ഒരാശയമണ്ഡലം രൂപീകരിക്കുന്നത്? ആ ആശയമണ്ഡലത്തിൻ്റെ പേരാണ് സാംസ്കാരിക ദേശീയത. RSS മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് നേരെ വന്ന് ഭരണഘടനയെ അങ്ങ് കീറിക്കളയും എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. ഈ ഭരണഘടന നിൽക്കുന്ന ഭരണഘടനയ്ക്കകത്ത് എങ്ങനെ സാംസ്കാരിക ദേശീയതയെ പരകായ പ്രവേശം നടത്താം? ഒരു പരകായ പ്രവേശത്തിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം അതിന് ജീവൻ കളയണം. ഭരണഘടനയുടെ ജനാധിപത്യ ജീവനെ നശിപ്പിക്കുക. കൂടുവിട്ട് കൂടുമാറുന്നത് പോലെ സാംസ്കാരിക ദേശീയതയെ അതിൻ്റെ മൂലാധാരമാക്കുക. സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞാൽ മനുസ്മൃതിയാണ്. സാംസ്കാരിക ദേശീയത എന്ന് പറഞ്ഞാൽ രാജഭരണത്തിൻ്റെ ഒരു നൈതികതയുണ്ട്, രാജഭരണത്തിൻ്റെതായ ഒരു സാംസ്കാരിക സവിശേഷതയുണ്ട്. അത് അതിജീവിക്കുക, നിലനിൽക്കുക. ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് മേലെ അദൃശ്യമായ മറ്റൊരു ഭരണഘടനയെ സ്ഥാപിച്ചെടുക്കുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഒരു വ്യാജ ഏകത്വം നിർമ്മിക്കപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി നമ്മളെല്ലാം ആ വ്യാജ ഏകത്വത്തിലേക്ക് കണ്ണു ചേർക്കപ്പെടുന്നു. നമ്മളറിയാതെ തന്നെ നമ്മളെല്ലാം ഏതോ ഒരു മേൽത്തരക്കാരായി മാറുന്നു. ഒരാളോട് നിങ്ങൾ എന്തുകൊണ്ട് തമ്പുരാനെന്ന് ചോദിച്ചാൽ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിനകത്തുള്ള ജാതി ബോധത്തിൻ്റെ ഭാഗമായ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായ എന്തുണ്ട് തമ്പുരാനെ, എന്തുണ്ട് തിരുമേനി നിങ്ങളോട് ചോദിച്ചാൽ എനിക്കിഷ്ടമാണ്. ഒരു പെൺകുട്ടി രാവിലെ നടന്നു പോകുമ്പോൾ ആ തമ്പുരാട്ടി എങ്ങോട്ടാന്ന് ചോദിച്ചാൽ വളരെ ഹാപ്പിയാണ്. തമ്പുരാട്ടി എങ്ങോട്ടെന്ന് വളരെ ഹാപ്പിയാണ്. എന്താ ഹാപ്പിയാകാൻ കാരണം? നമ്മുടെ മനസ്സിനകത്ത് അന്തർലീനമായിരിക്കുന്ന ജന്മിത്വത്തിൻ്റെ മൂല്യബോധത്തെ ഉദ്ദീപിച്ചെടുത്താൽ മതി. ഉദ്ദീപിച്ചെടുത്താൽ അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് ഒരാത്മീയത. ആ ആത്മീയതയാണ് ബ്രാഹ്മണിക്കലായ ഒരാത്മീയതയാണ് ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായി ഇവിടെ സന്നിവേശിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യമാകുന്നില്ല, പക്ഷെ ബ്രാഹ്മണ്യത്തിൻ്റെ അനുഭൂതിയുള്ളവരാക്കി ആളുകളെ മാറ്റി തീർക്കുകയാണ് അദൃശ്യമായ ഈ സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായി ഇവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അതുകൊണ്ടാണ് ജാതിയിൽ താഴ്ന്ന ഒരാൾ ശാന്തി പഠിച്ച് ശാന്തിക്കാരനായി അമ്പലത്തിൽ കയറുമ്പോൾ ഞങ്ങൾക്ക് ആ ശാന്തിക്കാരനെ വേണ്ട, ബ്രാഹ്മണ പൂജാരിയെ മതി എന്ന ഒരു അന്തർലീനമായ ബോധത്തിലേക്ക്
ജാതിയിൽ താഴ്ന്നവരായി പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇന്നത്തെ പിന്മുറക്കാരും എത്തിച്ചേരുന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ അനുഭൂതിയിലേക്ക് അവനവനെത്താനാണ്. സുരേഷ് ഗോപിക്ക് മാത്രം തോന്നുന്ന രോഗമല്ല ഇത് സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായി ഇവിടെ വിക്ഷേപിക്കപ്പെട്ടതും അതിൻ്റെ വലയത്തിൽ നമ്മൾ പെട്ടുപോയതുമാണ്. എങ്ങനെ ഭരണഘടന അതിജീവിക്കും? എങ്ങനെ നമ്മുടെ ഭരണഘടന ഈ സാംസ്കാരിക ദേശീയതയുടെ ഈ മാനങ്ങളെ അതിജീവിക്കും? സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിനെതിരാണെന്ന് തോന്നിയാൽ ഭരണഘടന എങ്ങനെ അതിജീവിക്കും? വഖഫിന്റെ ഭൂമി പിടിച്ചെടുക്കും. വഖഫിന്റെ ഭൂമിയെല്ലാം പിടിച്ചെടുത്താൽ ആർക്ക് കൊടുക്കും? വഖഫിന്റെ ഭൂമി വഖഫിന്റെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാം? മുസ്ലിമായ ഒരാൾ അയാളുടെ ഭൂമി ദൈവത്തിന് കൊടുക്കുന്നതാണ് വഖഫ്. ഈ കൊടുത്തത് തെറ്റിപ്പോയി, ഇത് ദൈവത്തിനടുത്ത് എത്തിയിട്ടില്ല എന്ന് വന്നാൽ എന്ത് ചെയ്യും? ഈ ഭൂമി ആരാണോ വഖഫ് ചെയ്തത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തിരിച്ചു പോകും. അല്ലാണ്ട് വഖഫിന്റെ ഭൂമി ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. 57-ലെ EMS ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂവർഷണ നിയമം പോലെയോ കുടികിടപ്പിന്റെ ഭാഗമായി കിട്ടിയതുപോലെയോ മിച്ചഭൂമിയുടെ ഭാഗമായി കിട്ടിയതുപോലെയോ നമ്മൾക്ക് പങ്കിട്ട് കിട്ടാൻ പോകുന്ന ഭൂമിയല്ല വഖഫ്. അതുകൊണ്ട് വഖഫിന്റെ ഭൂമിയിൽ നമ്മൾ വിവാദം ഉണ്ടാക്കുമ്പോൾ വഖഫിന്റെ പിന്നാലെ പോവുകയും ഭൂമി വേണ്ട കൃഷിക്കാരൻ അവന്റെ ഭൂമിക്ക് വേണ്ടി, അവൻ കിടക്കുന്ന ഭൂമിക്ക് വേണ്ടി ഉള്ള സമരങ്ങളെ മറക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എതിരുകളെ സൃഷ്ടിക്കുകയും ആ എതിരുകളെ മറികടക്കാനുള്ള ഒരാൾക്കൂട്ട ബോധമായി മാറുകയും ചെയ്യുമ്പോൾ ജനാധിപത്യം നിയമപരമായി പ്രവർത്തിക്കേണ്ടതല്ല, ആൾക്കൂട്ടാധിപത്യത്തിൻ്റെ അധികാരപ്രയോഗമായി മാറേണ്ടതാണെന്ന് പറയുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയെ അട്ടിമറിക്കുന്നത് ഭരണകൂടം മാത്രമാണ്, തെറ്റിദ്ധരിക്കരുത്. മോദി ഭരണകൂടം മാത്രം ഭരണഘടനയെ അട്ടിമറിക്കുന്നു, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തയിലും നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയിലും ഭരണഘടന അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ അട്ടിമറിക്കലാണ് ഇതിനെ വളരെ വേഗം അട്ടിമറിക്കാൻ എതിരാളിക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടല്ല. ഞാൻ നാസർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ പാകിസ്ഥാനിൽ ഹീനമായി വംശഹത്യ ചെയ്ത ജമാഅത്തെ ഇസ്ലാമിയുടെ ആ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചു. അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ആ ജഡ്ജി ഈ മദൂദി എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകരോട് ചോദിക്കുന്നുണ്ട്, ന്യൂനപക്ഷങ്ങളായ മനുഷ്യരെ, അഹമ്മദിയരെ, മുസ്ലിങ്ങൾ തന്നെയാണെങ്കിലും അവരെ നിങ്ങൾ വംശഹത്യ നടത്തി, അവരെ കൊന്നു, അവരുടെ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം അവരോട് നിങ്ങൾ പെരുമാറി. ഇതേ രീതിയിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളോട് ഇവിടുത്തെ ഹിന്ദുക്കൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഉത്തരം? അത് ചെയ്യാൻ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ട്. അവിടെ മുസ്ലിങ്ങൾ മ്ലേച്ഛന്മാരായി, ഉപയോഗിച്ച വാക്ക് മ്ലേച്ഛന്മാരായി, രണ്ടാം തരം പൗരന്മാരായി, പ്രത്യേക അവകാശമില്ലാത്തവരായി ജീവിക്കണം. ഇത് നാസർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ 268-ാം പേജാണ് എൻ്റെ ഓർമ്മ. അത് ജമാഅത്തെ ഇസ്ലാമിൽ തന്നെ ഒരു അധ്യായമുണ്ട്. പ്രദീപേ, ആ നാസർ കമ്മീഷൻ റിപ്പോർട്ട് ഗൂഗിൾ ചെയ്ത് എടുത്തിട്ട് കൊടുത്താണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സാധനം ഇവിടുത്തെ RSS എന്ത് ചെയ്യുന്നത് അത് അവിടെ ചെയ്ത സാധനമാണ്. അത് രണ്ടും ഒരേപോലെ പ്രവർത്തിക്കുകയാണ്, ഭരണഘടന അട്ടിമറിക്കുകയാണ്. എന്നിട്ട് മീഡിയ കൊണ്ടാണെങ്കിലും മാധ്യമ പത്രമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും ജനാധിപത്യത്തിൻ്റെ എല്ലാ അവകാശാധികാരങ്ങളെയും തേടിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ജനാധിപത്യത്തിനകത്ത് അതിൻ്റെ എല്ലാ അവകാശാധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നോക്കുകയാണ്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് RSS ഭരണഘടന അട്ടിമറിക്കാൻ നോക്കുന്നത്. RSS രജിസ്ട്രേഷൻ ഇല്ല. RSS ഇന്ത്യ രാജ്യത്തെ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയല്ല. ഒരാൾ RSSൽ അംഗമാണോ അംഗമല്ലയോ തീരുമാനിക്കാൻ നമുക്ക് ബുക്കില്ല, മെമ്പർഷിപ്പില്ല. അമ്പലത്തിൻ്റെ മുറ്റത്ത് വടിയായിട്ട് വിടുന്നവരെല്ലാം RSS ആണ്, സംഘപരിവാരാണ്. എങ്ങനെ നമുക്ക് മറികടക്കാനാവും? അപ്പം ജനാധിപത്യത്തിൽ ഫാസിസത്തിനൊരു മുറിയുണ്ട്. അത് ഫാസിസം എന്ന് പറയുന്നത് ഒരു മതം മാത്രമല്ല. ഹിന്ദുമത ഫാസിസം പോലെ, ഇസ്ലാമിക മത ഫാസിസം പോലെ, ബുദ്ധമത ഫാസിസം റോഹിംഗ്യക്കെതിരായി പ്രവർത്തിക്കുന്ന പോലെ, ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട് കാശി ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് പോലെ ഫാസിസ്റ്റുകളുടെ ബോധം ജനാധിപത്യത്തിന് നിരാസമാണ്, ഭരണഘടനയെ അട്ടിമറിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട എന്താണ്? ഭരണഘടനയുടെ നമ്പർ 1 ആണ് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഈ 11 കൊല്ലം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് അതാണ്. ഭാഷാ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്
നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനത്തിൻ്റെ വിഷബീജം എന്നാണ് വിചാരധാരയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഭാഷാ സംസ്ഥാനം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്നത് ഇന്ത്യക്കെതിരായ കുറ്റകൃത്യമാകുന്നു. നിങ്ങൾ മലയാളത്തിൽ പുസ്തകം എഴുതുന്നത്, മലയാളത്തിൽ കഥ എഴുതുന്നത്, മലയാളത്തിൽ കവിത എഴുതുന്നത്, മലയാളത്തിൽ സിനിമ എടുക്കുന്നത് ഇന്ത്യക്കെതിരായ കുറ്റകൃത്യമാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. ഭാഷാ സംസ്ഥാനം എന്ന് പറയുന്നത് വിഭജനത്തിൻ്റെ വിഷബീജം. അതുകൊണ്ടാണ് സ്റ്റാലിൻ ഇവിടെ വരുന്നത്. എന്തിനാണ് സ്റ്റാലിൻ വൈക്കത്ത് വരുന്നത്? അവർ ഭാഷയുടെ സ്വത്വത്തെ ഉപയോഗപ്പെടുത്തി ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, ഷാൽ ബി എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ സംഘാതമാണെങ്കിൽ സംസ്ഥാനങ്ങളില്ലാതെ രാജ്യമില്ല എന്ന രാഷ്ട്രീയമാണ് സ്റ്റാലിൻ വൈക്കത്ത് പറയുന്നത്, സ്റ്റാലിൻ ലോകത്ത് പറയുന്നത്. ആ രാഷ്ട്രീയം മലയാളി പറയണം. ഞങ്ങൾ ഇന്ത്യക്കാരാകുന്നത് കേരളീയരായതുകൊണ്ടാണ്. ഞങ്ങൾ മലയാളി അല്ലെങ്കിൽ ഞങ്ങൾ കേരളീയരല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഇന്ത്യക്കാരാകാനാകും? അതുകൊണ്ട് ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് പരിഗണന ഞങ്ങൾക്കുണ്ടോ? മലയാളിക്കുണ്ടോ? വയനാടിന് പണം തരാതിരിക്കുമ്പോൾ അട്ടിമറിക്കപ്പെടുന്ന ഭരണഘടനയാണ് സെക്ഷൻ 14, ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ലോ. അത് സംസ്ഥാനങ്ങൾക്ക് അവകാശമാണ്. ഒരു പൗരന് ഇക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ 14 അൺടച്ചബിലിറ്റി അല്ലേ, അൺടച്ചബിലിറ്റി രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം പറയുമ്പോൾ സ്റ്റേറ്റിനും ബാധകമാണ്. ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങൾക്കും തുല്യത എന്നുള്ള ഭരണഘടനാ തത്വമല്ലേ? അവിടെ ഇങ്ങനെ പ്രത്യേക അധികാരം ഇത് നിർവഹിക്കുക എന്ന് പറയുമ്പോൾ തുല്യത എന്ന് പറയുന്നത്, ഇക്വാലിറ്റി എന്ന് പറയുന്ന ഭരണഘടന അട്ടിമറിക്കുന്നു. ഭരണകൂടം പല വഴികളിലൂടെ അധികാരങ്ങൾ പിടിച്ചെടുക്കുന്നു. ഇന്ന് ഭരണകൂടത്തിന് നമ്മുടെ മേലെ അദൃശ്യമായൊരു കണ്ണുണ്ട്, നിങ്ങളെ പിന്തുടരുന്നു. നമ്മളെ ആരെ പിന്തുടരുന്നു? ഞാനിപ്പോൾ എവിടെയാണെന്ന് എൻ്റെ മൊബൈൽ ഫോൺ സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആരോട് എൻഗേജ് ചെയ്യുന്നു, എൻ്റെ മൊബൈൽ ഫോൺ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ പിന്തുടരുന്ന, എന്നെ പിന്തുടരുന്ന ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടം എന്നെ പിന്തുടരുന്നു. ഇന്ത്യൻ ഭരണകൂടം പിന്തുടർന്നാൽ ഇന്ത്യൻ ഭരണകൂടം മാത്രമല്ല, അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒസാമ ബിൻ ലാദൻ എവിടെ? സൂക്ഷ്മമായി അയാളെ കൊല്ലാൻ എങ്ങനെ അമേരിക്ക കഴിഞ്ഞു? ഈ ഒരു ടെലിഫോൺ കോൾ, ഒറ്റ ടെലിഫോൺ കോളിന് ഒസാമ ബിൻ ലാദന്റെ ജാതകം എഴുതപ്പെട്ടു, അയാളെ കൊന്നു. അപ്പോൾ ഭരണകൂടം എങ്ങനെയാണ് നമ്മുടെ മേലെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട്, നവസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിന് നിരാശ നടത്തുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ കവരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഭരണകൂടത്തിന് അവരുടേതായ അജണ്ടകൾ വെച്ച് ഇതേ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനാകും. പ്രത്യക്ഷത്തിൽ നമ്മുടെ മുമ്പിലുള്ള കുറേ വെല്ലുവിളികൾ നമുക്കെപ്പോഴും പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടം തെറ്റായി പെരുമാറുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് പറയാം. പക്ഷേ ഇതിലെല്ലാം അന്തർലീനമായി നിൽക്കുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഭരണഘടന എന്നത് നിലനിൽക്കേണ്ടതും മുന്നോട്ട് പോകേണ്ടതും വികസിപ്പിക്കേണ്ടതുമാണ് എന്ന തരത്തിൽ അതിൻ്റെ സമരാനുഭവത്തെ നമ്മൾ വീണ്ടെടുക്കാതെ ഭരണഘടന ഉണ്ടാവില്ല. ഭരണഘടനയെ സമരസജ്ജമായ ഒരു സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രക്ക് പോകാനപ്പെടുമോ? നമ്മുടെ കർഷകരുടെ സമരത്തിന് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരുടെ സംഘടന 20,000 രൂപ സംഭാവന കൊടുത്തു. കർഷക സമരത്തിന് 20,000 രൂപ സംഭാവന കൊടുത്തതിന് NFP എന്ന് പറയുന്ന ഏതാണ്ട് 80 കൊല്ലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് അംഗീകാരമുള്ള സംഘടനയുടെ അംഗീകാരം പിൻവലിച്ചു ഗവൺമെൻറ്. ആലോചിച്ച് നോക്കുക, 80 കൊല്ലം പഴക്കമുള്ള ഒരു അവകാശം പിൻവലിച്ചു ഗവൺമെൻറ്. ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഭരണകൂടം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മാധ്യമങ്ങളിലെ ഘോരമായൊരു നിശബ്ദത മാത്രമല്ല, വാഴ്ത്തുപാട്ടലുകൾ വരുന്നത് എന്തുകൊണ്ട്? മാധ്യമങ്ങളിൽ ഒരു ഭാഗത്ത് നിശബ്ദതയാണ്, വാഴ്ത്തുപാട്ടാണ്, ശബ്ദങ്ങൾ അറിയുണ്ട്. ശൂന്യപാത്രങ്ങളുടെ കലമ്പലുകൾ പോലെ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന പലതും നമ്മൾ അറിയേണ്ട കാര്യമേ അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമേ അല്ല. യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിയാതിരിക്കുകയും അറിയേണ്ട ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പരിസരം എന്ന് പറയുന്നത് 4-ാം തൂണിൽ നിന്നും നമുക്ക് ദൈവപുത്രന്മാർ ജനിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട. അതുകൊണ്ട് നമ്മളെ ആരും രക്ഷിക്കും? പാർലമെൻറ്റോ, കോടതിയോ, എക്സിക്യൂട്ടീവോ? കോടതിയുടെ കാര്യം പറഞ്ഞല്ലോ. അയോധ്യയിലെ വിധി എഴുതുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് അമ്പലമാക്കി. ഞാൻ തീരുമാനിച്ചു, അത് എഴുതി അങ്ങോട്ട് കൊടുത്തു, നടപ്പാക്കി, അതിന് ഒപ്പിട്ട ഒരാളെ ഗവർണറാക്കി.
ഒപ്പിട്ട് വേറൊരാളെ MP ആക്കി. ഇങ്ങനെ പലതരത്തിലാണ് കോടതികളെ കൈകാര്യം ചെയ്യുന്നത്, റാഞ്ചിക്കൊണ്ടു പോകുന്നത് ഭരണകൂടം. എന്തു നീതി? എവിടെയാണ് നീതി? നീതി അട്ടിമറിക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിന് ഇതിനെ റാഞ്ചാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ഭരണഘടനയെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ ഭരണഘടനയാക്കി, ജനപക്ഷ ഭരണഘടനയാക്കി അതിനെ വികസിപ്പിച്ചെടുക്കാനുമുള്ള സമരം വളരെ പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്രം ഭരണഘടനയിലെ അന്തർലീനമായ ഒരു പ്രധാനപ്പെട്ട തത്വം സയന്റിഫിക് ടെമ്പർ. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ശാസ്ത്രാഭിമുഖ്യമാണ്. നമ്മുടെ ഗവേഷണങ്ങൾ എവിടേക്ക് പോകുന്നു? ഇന്ത്യയിലെ ഗവേഷണം എവിടെ? 10 മാസം കൊണ്ട് നമ്മുടെ DeepSeek പോലെ തന്നെ AI പുതിയ ഇന്ത്യൻ AI വരാൻ പോകുന്നതാണ്. അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുന്ന പോലെയാണ് ഈ AI നിർമ്മിതി. ഇവിടുന്ന് ആരെങ്കിലും നിങ്ങൾ സർവകലാശാല പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? സംസ്കൃത ഭാഷയിൽ ഉണ്ടായിരുന്ന വിജ്ഞാനത്തെക്കുറിച്ചാണ് നിങ്ങൾ ഗവേഷണത്തിന് പണം കൊടുക്കുന്നത്. സംസ്കൃത ഭാഷയിൽ ഉണ്ടായിരുന്ന വിജ്ഞാനത്തെക്കുറിച്ച് കൂടുതൽ പണം കൊടുക്കുന്ന ഗവേഷണങ്ങൾ നടത്തിയാൽ നിങ്ങൾ എങ്ങനെ നമ്മുടെ കുട്ടികളെ കൊണ്ട് AI ഉണ്ടാക്കും? അമേരിക്കക്കാരൻ 3 പേരുടെ ബുദ്ധി ഉപയോഗിച്ച് അവരുടെ AI പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയപ്പോൾ 100 പേർക്ക് 1,00,000 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ചോദ്യങ്ങളുമായി പലവിധ ചോദ്യോത്തരങ്ങളുടെ ഒരു പുതിയ ബാങ്ക് ഉണ്ടാക്കി. ആ ബാങ്കിനോട് ഉത്തരം പറയുന്ന പുതിയ AI നിർമ്മിച്ചപ്പോൾ അമേരിക്കയുടെ DeepSeek വന്നു. അമേരിക്കയുടെ DeepSeek എന്ന് പറയുന്നത്, ചൈനയുടെ DeepSeek എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്, ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ പറയുമല്ലോ, മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് കപ്പം കൊടുക്കേണ്ട, അതിന് പേറ്റന്റ് അവകാശമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമാണ്. ലിനക്സ് എന്ന് പറയുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ്, ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. ചൈനയുടെ AI ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. ആർക്കും ചെല്ലാം, ആർക്കും ഇടപെടാം, ആർക്കും അത് കൈകാര്യം ചെയ്യാം. അമേരിക്കയുടേത് കപ്പം കൊടുക്കണം, അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഈ ഏറ്റുമുട്ടൽ ഇന്ത്യ എവിടെ? ഇന്ത്യയുടെ ശാസ്ത്രം എവിടെ? നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് അതിജീവനം സാധ്യമാകണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ ശാസ്ത്രാഭിമുഖ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കണം. ശാസ്ത്രാഭിമുഖ്യമുള്ള ജനതയല്ല. മോഹൻലാൽ പോലും വന്നിട്ട് പാത്രം കുത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ എനർജി ആ സമയത്ത് വരുമ്പോൾ ഇങ്ങനെ കോവിഡ് മരിക്കുമെന്ന് നമ്മളുടെ ആധികാരികമായിട്ട് പറഞ്ഞു കളയുകയാണ്. കീഴടക്കപ്പെട്ടിരിക്കുന്നു സമൂഹം. അപ്പോൾ അടിമത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക്, മനഃശാസ്ത്രപരമായ അടിമത്വത്തിലേക്ക് നമ്മൾ ആണ്ടുപോകുന്നൊരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഭരണഘടനയെ വീണ്ടെടുക്കാനുള്ള നമ്മുടെ യുദ്ധം നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.